വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നിയമസഭയിൽ നിന്ന് വരികയാണ്. അതിലേക്ക് അണക്കെട്ടുകൾക്ക് ചുറ്റുമുള്ള ബഫർ സോൺ ഉത്തരവ് പിൻവലിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ നിയമസഭയിൽ. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ഇറക്കിയ ഉത്തരവ് പിൻവലിക്കും. സദുദ്ദേശത്തോടെ കൊണ്ടുവന്ന തീരുമാനം തെറ്റിദ്ധരിക്കപ്പെട്ടു. പഴശ്ശി ഡാമിന്റെ ബഫർ സോണിലെ വീടുകൾക്ക് പെർമിറ്റ് നമ്പർ കിട്ടുന്നില്ലെന്ന പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിനാണ് മന്ത്രിയുടെ മറുപടി. അതിലേക്ക് കേരളത്തിലെ എല്ലാ ഡാമുകളും ഒരേ സ്ഥിതിയിലല്ലല്ലോ. പാരിസ്ഥിതികമായ പ്രശ്നങ്ങളും വിഷയങ്ങളും പല വിധത്തിൽ ബാധിക്കും. അതുകൊണ്ട് പൊതുവായി ഈ 26-ൽ ഇറക്കിയിരിക്കുന്ന ഉത്തരവ് സാക്ഷി ചെയ്യുന്നു എന്താണ് വേണ്ടത്. ജനങ്ങൾക്ക് ആശയക്കുഴപ്പം ആശങ്കയില്ലാതെ ചെയ്യുന്നതിന് ഈ ജസ്റ്റിസ് രാമേന്ദ്രൻ നായരെ വെച്ച് അതിൻ്റെ പേരിലാണ് ആക്ട് പോയപ്പോൾ നമുക്ക് മറ്റൊന്നില്ല. അപ്പം അതിനൊരു കൺസേൺ വേണമല്ലോ എന്തെങ്കിലും. അങ്ങനെ ഒരു നിലയില്ലാതെ ഇന്ന് ഒരിടത്തും നിർമ്മാണം നടക്കുന്നില്ലല്ലോ. അതിനോട് ഒരു വിയോജിപ്പുമില്ല. ഗവൺമെൻറ് തത്വത്തെ നിങ്ങൾ പറഞ്ഞ കാര്യത്തോട് യോജിക്കുക മാത്രമാണ് ചെയ്തത്. ഒരാശയവും കുഴപ്പം ഉണ്ടായ സ്ഥിതിയിൽ അത് പരിശോധിക്കാനും തീരുമാനമെടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. നിയമസഭയിൽ നിന്ന് അർജുൻ രാജ് ചേരുന്നു വിവരങ്ങളുമായി. അർജുൻ, ഏതായാലും നിർണായകമായ പ്രഖ്യാപനമാണ് മന്ത്രി നിയമസഭയിൽ നടത്തിയിരിക്കുന്നത്. ഈ ബഫർ സോൺ ഉത്തരവ്, അണക്കെട്ടുകൾക്ക് ചുറ്റുമുള്ള ബഫർ സോൺ ഉത്തരവ് പിൻവലിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. എപ്പോഴേക്കും ആ ഉത്തരവ് പിൻവലിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, 2024 ഡിസംബർ 26-നാണ് ജലവിഭവ വകുപ്പ്, ജലസേചന വകുപ്പ് ഇത് സംബന്ധിച്ച ഉത്തരവ് ഇറക്കിയത്. ബഫർ സോണായി ഈ ജലസംഭരണികളുടെയും ഡാമുകളുടെയും അടുത്തുള്ള പ്രദേശങ്ങളിൽ അത്തരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഉത്തരവ് വന്നത്. ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അണക്കെട്ടുകളോടും ജലസംഭരണികളോടും ചേർന്നുള്ള സ്ഥലത്ത് വീട് ഉൾപ്പെടെ നിർമ്മിക്കുന്നതിനും അതിൻ്റെ പെർമിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നിയന്ത്രണമുണ്ടായി. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടി നോട്ടീസ് നൽകിയത്. മോൻസ് ജോസഫ് MLA ആണ് നോട്ടീസ് നൽകിയത്. പഴശ്ശി ഡാമിൻ്റെ ബഫർ സോണിലെ വീടുകൾക്ക് പെർമിറ്റ് പോലും ലഭിക്കാത്ത സാഹചര്യം ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടി നോട്ടീസ് നൽകിയത്. ഇതിന് മറുപടി പറയുന്ന ഘട്ടത്തിലാണ് ഇക്കാര്യത്തിൽ ഈ നിയമം ഉത്തരവ് പിൻവലിക്കുന്ന നടപടികളിലേക്ക് സർക്കാർ കടക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കിയത്. സദുദ്ദേശത്തോടു കൂടി കൊണ്ടുവന്ന ഒരു ഉത്തരവായിരുന്നു ഇത്. പക്ഷേ ആ രീതിയിലല്ല ജനങ്ങൾ അതിനെ ഏറ്റെടുത്തത്. പലയിടങ്ങളിലും ഇത് സംബന്ധിച്ചുള്ള ആശങ്കയുണ്ടായി, പ്രതിഷേധം വ്യാപകമായി ഉയർന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഈ ഉത്തരവ് പരിഷ്കരിക്കുമെന്നാണ് മന്ത്രി ആദ്യം പറഞ്ഞത്. ഇതിലിടപെട്ട് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് ഇക്കാര്യം പരിഷ്കരിക്കുമെന്നല്ല, ഈ ഉത്തരവ് പിൻവലിക്കുമെന്ന് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആ ഘട്ടത്തിലാണ് ഉത്തരവ് നടപ്പാക്കില്ല എന്ന് തന്നെയാണ് പറയുന്നതെന്ന് നിയമസഭയിൽ അദ്ദേഹം മറുപടി നൽകി. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഉത്തരവ് പിൻവലിച്ച് ഇത് പുതിയ മാറ്റങ്ങളോടുകൂടി പുതിയ ഉത്തരവ് ഇറക്കാനുള്ള തീരുമാനങ്ങളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുകയാണ്. ഇത് സംബന്ധിച്ച് പലയിടങ്ങളിൽ നിന്ന് വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഈ ഉത്തരവ് ബാധിക്കുന്നത് കണ്ണൂർ ഉൾപ്പെടെയുള്ള ഇത്തരത്തിലുള്ള ഡാമുകളും ജലസംഭരണികളും ഒക്കെയുള്ള ഇടങ്ങളെയായിരുന്നു. അവിടെ ഈ ബഫർ സോൺ പ്രഖ്യാപിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബഫർ സോൺ നിയന്ത്രണം വരുന്ന ഘട്ടത്തിൽ അതിനോട് ചേർന്ന് 20 മീറ്റർ തൊട്ട് ഈ നിയന്ത്രണം ഉണ്ടാവുകയാണ്. അവിടെ കെട്ടിടങ്ങൾക്ക് വീടുകൾക്ക് ഉൾപ്പെടെ പെർമിറ്റ് ലഭിക്കുന്നതും വീട് നിർമ്മാണത്തിനുമൊക്കെ പ്രതിസന്ധി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പലയിടങ്ങളിലും ഇത് സംബന്ധിച്ചിട്ടുള്ള പ്രതിഷേധം ഉണ്ടായി. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കണ്ണൂരിലെ ഈ പഴശ്ശി ഡാമിനോട് ചേർന്ന് ഇത്തരത്തിൽ പെർമിറ്റ് കിട്ടാത്ത സാഹചര്യമുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയത്. അക്കാര്യത്തിൽ മറുപടി പറയുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ നേരത്തെ ഇറക്കിയ ഉത്തരവ് പിൻവലിക്കുമെന്നുള്ള നിർണായകമായിട്ടുള്ള പ്രഖ്യാപനം മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ലക്ഷ്മി, തീർച്ചയായും വളരെ നിർണായകമായ പ്രഖ്യാപനം തന്നെയാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ജലസേചന വകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഡാമുകൾക്ക് ചുറ്റുമുള്ള പ്രദേശത്തെ ബഫർ സോണായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് സർക്കാർ പിൻവലിക്കാൻ പോകുന്നത്. അതിനിർണായകമായ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു റോഷി അഗസ്റ്റിൻ നിയമസഭയിൽ. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അർജുൻ രാജ് നിയമസഭയിൽ നിന്ന്.